ഹായ് ചേട്ടാ, ഈ എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ഷാറൂഖ് ഖാൻ, രമേശ് പിഷാരടി ഇങ്ങനെയുള്ളവരൊക്കെ ഇത്രയും പോപ്പുലർ ആകാനുള്ള റീസൺ എന്താ അറിയോ? എനിക്കുള്ളതുപോലെ ഒരു കൂട്ടുകാരൻ ഇവർക്കില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും കാണാം, ഈ നമ്മുടെ നാട്ടിലും വീട്ടുകാർക്കും ഒന്നും തീരെ ഇഷ്ടമില്ലാത്ത നമ്മുടെ ഒരു കൂട്ടുകാരൻ എനിക്കൊണ്ടൊരുത്തൻ. ഇവനോട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവൻ ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ടാഗ് ചെയ്യാൻ പോയിട്ട് #ടാഗ് ഇട്ടൊന്നും മെൻഷൻ പോലും ചെയ്തിട്ടില്ലെന്ന്. അജാതി പണ്ടതായിരിക്കും. ചേട്ടാ, ഞങ്ങളുടെ അടുത്തൊരു കടയിൽ ഒരു ബോർഡുണ്ട്, ഇവിടെ നിന്ന് എന്ത് വാങ്ങിയാലും ഒരു സമ്മാനം ഉറപ്പ്. അങ്ങനെ എല്ലാവരും അവിടെ പോയി മേടിക്കാറുണ്ട്. ഈ ബോർഡ് കണ്ടിട്ട് അവിടെ ചെന്ന് 100 രൂപയ്ക്ക് ചേഞ്ച് വാങ്ങിയിട്ട് സമ്മാനത്തിന് വെയിറ്റ് ചെയ്തവനാണ് ഇവൻ. ഇതൊക്കെ ചെറുത്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രിപ്പിന് പോയി. റീസെൻ്റ്ലി ഞങ്ങളൊരു ട്രിപ്പിന് പോയപ്പോൾ ഞാൻ പറഞ്ഞാ, വെള്ളച്ചാട്ടത്തിനോട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തോർത്തെടുത്തില്ല, നീ ഒരു തുണിക്കട കാണുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവനൊരു ബുട്ടീക്ക് ചെന്ന് തോർത്ത് ചോദിച്ചു. ചേട്ടാ, ഈ പോയി ചോദിച്ചിട്ടാ പോട്ടെ, ആ ഡിസൈനർ തൻ്റെ കരിയറിൽ ഇങ്ങനൊരു ചോദ്യം വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈ ബുദ്ധിയില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നതോ പോട്ടെ, ഇവൻ്റെ കോഴിത്തരമാണ് അൺസഹിക്കബിൾ. അതായത് ഒരു ക്വാളിറ്റി ഇല്ല. ഇവൻ ഡയാനെ പോലും ഇവൻ വായി നോക്കി കളയും. അങ്ങനെ എടുത്തൻ. നമ്മളൊക്കെ നമ്മുടെ ഒരു കരിയർ ചൂസ് ചെയ്യുന്നതെങ്ങനെ? ഒന്നിലേക്ക് ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പോവും, അതും അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കും. ഇവൻ മാട്രിമോണി സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഏത് ജോബ് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ റിക്വസ്റ്റ് വരുന്നതെന്ന് നോക്കിയിട്ട് ആ ജോബിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തവനാണ് ഇവൻ. ഇവൻ്റെ ഈ കോഴിത്തരം കാരണം ആക്ച്വലി ഇവൻ്റെ കരിയർ വരെ മാറിപ്പോകേണ്ടതായിരുന്നു. കാരണം ഇവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഇവൻ എപ്പോഴും അനിമൽ പ്ലാനറ്റാണ് കാണുന്നത്, അതുകൊണ്ട് ഇവനെ വെറ്റിനറി മെഡിസിന് വിടാമെന്ന്. ഇവൻ്റെ വീട്ടുകാർ ഇവൻ അനിമൽ പ്ലാനറ്റ് കാണുന്നേ കണ്ടിട്ടുള്ളൂ. തൊട്ടടുത്ത ചാനൽ ഫാഷൻ TV ആണെന്നുള്ളത് ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഇവൻ്റെ നോട്ടം ആനിമേലിലല്ല ആൻറ്റിമേലാണെന്ന്. അതോടെ ആ പ്ലാൻ ഒരു ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഈ കോഴിത്തരം ആയിട്ട് നടക്കുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ടുള്ള ഏക ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ കോഴിത്തരം ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലൈൻ സെറ്റ് ആവുന്നത്. അതായത് ഇവൻ്റെ ഒരു ലൈൻ ബ്രേക്കായി അടുത്ത് സെറ്റ് ആകാൻ വേണ്ടി വിത്തിൻ 7 to 10 ബിസിനസ് ഡേയ്സ് എടുക്കത്തുള്ളൂ. ഇവൻ്റെ എത്രാമത്തെ ഒരു ലൈനിൻ്റെ കൂടെ സിനിമയ്ക്ക് പോയപ്പോൾ ഇവൻ എന്നെ വിളിച്ചു. ഞാൻ സിനിമയല്ലേ പോയേക്കാന്ന് പറഞ്ഞു പോയി. ചേട്ടാ, ഒരു സിനിമയുടെ റിവ്യൂ കണ്ട് ഏറ്റവും മോശം സിനിമയ്ക്ക് പോകുന്ന ഏക കാറ്റഗറി എന്ന് പറയുന്നത് ഈ കപ്പിൾസ് ആയിരിക്കും. കാരണം തിയേറ്ററിൽ ആൾ കാണത്തില്ലല്ലോ. പിന്നെ ഇവര് ഇരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സീറ്റും ബുക്ക് ചെയ്യും. ഏതാണെന്നറിയാമല്ലോ? ഏതാ? കോർണർ സീറ്റ്. എടാ മോനെ, നിനക്ക് ഇതൊക്കെ അറിയാലേ. അതായത് കോർണർ സീറ്റിലായിരിക്കും ഇവർ എപ്പോഴും ഇരിക്കുന്നത്. സിനിമ തുടങ്ങി, നായകൻ കെട്ടിപ്പിടിക്കുമ്പോൾ ഇവനും കെട്ടിപ്പിടിക്കുന്നത്, നായകൻ കിസ് അടിക്കുമ്പോൾ ഇവനും കിസ് അടിക്കുന്നത്. അതായത് സ്ക്രീനിന്റെ റിഫ്ലക്ഷനൊക്കെ എനിക്ക് സീറ്റ് കാണാം. ഇതിൽ ഏത് സീൻ നോക്കണം എന്നുള്ള കൺഫ്യൂഷനില്ല ഞാൻ. പക്ഷെ അന്നാണ് ചേട്ടാ എനിക്ക് മനസ്സിലായത് ഈ സെൻസർ ബോർഡിന്റെ ഒരു ഗുണം. അല്ലായിരുന്നെങ്കിൽ ആ നൂൺ ഷോയുടെ കൂടെ ഇവന്റെ ഷോയും കൂടെ ഞാൻ കാണേണ്ടി വന്നേരെ. സത്യത്തിൽ ഞാനിപ്പോൾ ഇത്രയൊക്കെ നിങ്ങളോട് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ ചുമ്മാ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടി ഇവനെക്കുറിച്ച് കയറ്റി അടിക്കുന്നതാണ്. സത്യമായിട്ടല്ല. ഈ കസ്റ്റമർ കെയറിലെ വിളിക്കുന്ന ചേച്ചിമാർ ഒരു ശല്യമായിട്ട് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യാറുണ്ട്, റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ കസ്റ്റമർ കെയറിലെ ചേച്ചി ബ്ലോക്ക് ചെയ്ത ആദ്യത്തെ വ്യക്തി ഇവനായിരിക്കും. കാരണം ഡേറ്റ പ്ലാന്റെ കാര്യം പറയാൻ വന്ന ചേച്ചിയോട് വൈകിട്ട് എന്താ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ബ്ലോക്ക് ചെയ്യാതെ വേറെ എന്തോ ചെയ്യും. ഞാൻ തീരുമാനിച്ചേട്ടാ, ഇവനുമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയും കട്ട് ചെയ്യണം. സത്യം പറയാമല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എൻ്റെ വെർജിനിറ്റിയും, 2 ഇവനോട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ. 2 എന്നെ കിട്ടി ഇതുവരെ പോയിട്ടില്ല. ഞാൻ അപ്പോൾ എവിടെയും ഞാൻ കണ്ടു, റീലിൽ എവിടെയും ഞാൻ കണ്ടു, അതായത് നമ്മൾ ഈ കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാകും. ഈ ഫ്രണ്ട്ഷിപ്പിനുള്ള ബന്ധം അത്രേ ഉള്ളെന്നൊക്കെ. എന്നാൽ അങ്ങനെങ്കിലും പോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞടാ, നീ എന്നോട് മേടിച്ച കാശല്ലേ എനിക്ക് തിരിച്ചു തരണം, അതെനിക്ക് തന്നവരും എനിക്ക് കാശിന് ടൈറ്റ് ആണെന്ന്. ഇവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഷെയർ ചെയ്തേക്കുന്നു. ഇവൻ്റെ തന്നെ എൻ്റെ ഈ റീലിന് വിജയ് മല്യ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാനുള്ള പൈസ എല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവണം? അറ്റ്ലീസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, അതും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് എങ്കിലും ചെയ്യണം. ഇവരിൽ നിന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്ത ഏതൊക്കെ വ്യക്തി എന്ന് പറയുന്നത് ഈ തുണിക്കട നിൽക്കുന്ന ചേട്ടന്മാരാണ്. കാരണം ഞാൻ ട്രയൽ റൂമിൽ കയറിയിട്ട് എന്തിട്ടിട്ട് ഇറങ്ങിയാൽ ഇവർ പറയും അമേസിങ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കടയിലോട്ടാണ് കയറി ചെന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു, മോനെ ഇത് പൊളി, ഇത് മതി. ഞാൻ മോട്ടിവേറ്റ് ആയി പൈസയും കൊടുത്ത് ഇറങ്ങിയിട്ട് ഓർത്തെ പുല്ലി ഇത് ഞാൻ ഇട്ടുകൊണ്ട് പോയി ഷർട്ടാണല്ലോ ഒന്നും. അജാതി മോട്ടിവേഷൻ. ഞാൻ തീരുമാനിച്ചേട്ടാ, ഇവനുമായിട്ടൊന്നും നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഇവനോടുള്ള കമ്പനിയൊക്കെ വിട്ട് ഒരു ധ്യാനമൊക്കെ കൂടി അങ്ങ് നന്നാകാൻ വേണ്ടി തീരുമാനിച്ചു. ധ്യാനമൊക്കെ കൂടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹായിക്കാനുള്ളൊരു ത്വരയാണ്. സഹായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരസഹായം. അതിപ്പോൾ ഒരു ഒച്ച അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്തൊരു 10 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലോട്ട് ഇട്ട് കളയും. അമ്മാതിരി സഹായം. ഞാൻ ധ്യാനം കൂടി നേരെ വീട്ടിൽ വന്ന് ഒരു കാർഡ്ബോർഡിനകത്ത് ഡ്രസ്സെല്ലാം വാരി കൂട്ടിയിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പട്ടിണി പാവങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഡൊണേറ്റ് ചെയ്യണം. എൻ്റെ ക്രെഡിറ്റ് പോലും എനിക്ക് വേണ്ട, അപ്പൻ എടുത്തോളാൻ. അപ്പം അതേപോലെ പെട്ടി എനിക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞിടാ, മോനെ നിന്റെ ഷർട്ടിൻ്റെ സൈസ് പാകമാകുന്ന ഒരു പട്ടിണി പാവങ്ങളും നമ്മുടെ നാട്ടിലില്ലെന്ന്. സംഭവം ബോഡി ഷെയ്മിങ് ആണെങ്കിലും അതിൽ കാര്യമുള്ളതുകൊണ്ട് ഞാൻ അപ്പനോടൊന്നും പറഞ്ഞില്ല.
പക്ഷേ ഈ ധ്യാനം കൂട്ടിയിട്ടൊന്നും ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വിട്ടില്ല. കാരണം മനിതനുണർന്നു കൊള്ളത് മനിതർ കാതലാണോ? അല്ല, കാര്യമൊന്നുമല്ല. ഇനി എങ്ങാനും ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ട് ഇവനെങ്ങാനും നന്നായി പോയി നാട്ടുകാർ പറത്തില്ല ഞാനായിരുന്നു പഴയെന്ന്. സോ അത് അതേം താണ്ടി പുനിതമായത്. താങ്ക് യു. Once upon a time, once upon a time.